തോബിയാവ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ നല്ലവൻ എന്നാണ്. ബൈബിളിൽ 4 വ്യക്തികൾ ഈ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഒന്നാമത്, നെഹമ്യാവ് യെരൂശലേമിനെ പുതുക്കിപ്പണിയാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ പണിക്ക് എതിർ നിന്ന് തടസ്സമുണ്ടാക്കിയ ഒരു അമ്മോന്യൻ. നെഹമ്യാവ് 2-ാം അധ്യായം 10-ാം വാക്യം. പേർഷ്യൻ കൊട്ടാരത്തിൽ ഒരടിമയായിരുന്ന തോബിയാവ് അമ്മോന്യരുടെ ദേശാധിപതിയായി. നെഹമ്യാവ് 2-ാം അധ്യായം 10-19 വാക്യങ്ങൾ. അവന് യഹൂദന്മാരുമായി പലവിധ ബന്ധങ്ങളുമുണ്ടായിരുന്നു. 6-ാം അധ്യായം 18-ാമത്തെ വാക്യം. തോബിയാവിൻ്റെ മകൻ യോഹാനാൻ ബെരഖ്യാവിൻ്റെ മകനായ മെശുല്ലാമിൻ്റെ മകളെ വിവാഹം കഴിച്ചു. കൂടാതെ തോബിയാവ് ആരഹിൻ്റെ മകനായ ശെക്കന്യാവിൻ്റെ മരുമകനായിരുന്നു. നെഹമ്യാവ് 6:18. അവൻ നെഹമ്യാവിനെയും അവൻ്റെ പണിയെയും പരിഹസിച്ചു. 2-ാം അധ്യായം 19-ാം വാക്യം. 4:3. നെഹമ്യാവിനെതിരായി കൂട്ടുകെട്ടുണ്ടാക്കി. 4:7. അവന് ദോഷം ചെയ്യുവാൻ കരുതിക്കൂട്ടി ഒരു യോഗത്തിന് ക്ഷണിച്ചു. 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നെഹമ്യാവ് രാജാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയ സമയത്ത് പുരോഹിതനായ എല്യാശീബ് തോബിയാവിന് ഒരു അറ ഒരുക്കിക്കൊടുത്തു. എന്നാൽ നെഹമ്യാവ് മടങ്ങി വന്നപ്പോൾ അവനെ പുറത്താക്കി അവൻ്റെ വീട്ടു സാമാനങ്ങളെല്ലാം എറിഞ്ഞുകളഞ്ഞു. 13-ാം അധ്യായം 4-9 വരെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സെരുബ്ബാബേലിനോടൊപ്പം പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ഒരു കുടുംബത്തിൻ്റെ തലവൻ. ഇവർക്ക് തങ്ങളുടെ വംശാവലി തെളിയിക്കുവാൻ കഴിഞ്ഞില്ല. എസ്രാ 2:60, നെഹമ്യാവ് 7:62. കാലം ഏതാണ്ട് BC 536. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് യഹൂദ നഗരങ്ങളിൽ ന്യായപ്രമാണം ഉപദേശിപ്പാൻ യഹോശാഫാത്ത് രാജാവ് നിയമിച്ച ലേവ്യരിൽ ഒരാൾ. 2 ദിനവൃത്താന്തം 17-ാം അധ്യായം 8-ാം വാക്യം. ഏതാണ്ട് BC 875 അടുപ്പിച്ച കാലം. അവസാനമായിട്ടും 4-മതായിട്ടും പറഞ്ഞിരിക്കുന്നത് ബാബിലോണിൽ നിന്നും വന്നെത്തിയ ഒരു പ്രവാസി. സെഖര്യാവ് 6-ാം അധ്യായം 10-ാം വാക്യം. അവൻ ബാബിലോണിൽ നിന്ന് സ്വർണവും വെള്ളിയും കൊണ്ടുവന്നു. അതിൽ നിന്ന് വെള്ളിയും സ്വർണവും വാങ്ങി മഹാപുരോഹിതന് കിരീടമുണ്ടാക്കാൻ യഹോവ സെഖര്യാ പ്രവാചകനോട് അരുൾ ചെയ്തു. കാലമേതാണ്ട് BC 519.